BJP എന്ന വർഗീയ തീവ്രവാദ ശക്തി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ നിരവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. നിരവധി ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു കേരളത്തിൽ വരെയും അതിൻ്റെ ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ട്. അങ്ങ് കാസർഗോഡാണ് അതുണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റിയാസ് മൗലവി എന്ന് പറയുന്ന അധ്യാപകനെ മസ്ജിദിൽ കിടന്നുറങ്ങുന്ന വേളയിൽ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. ഇന്ന് വരുന്ന വാർത്ത കേട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിന് വളരെയധികം സങ്കടമാണ് ഉണ്ടാകുന്നത്. കാരണം എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹമൊക്കെ മരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. അടിച്ചു കൊല്ലുന്നവനും വെട്ടിക്കൊല്ലുന്നവനും അവരുടെയൊക്കെ വർഗീയ തീവ്രവാദം പുലർത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണിതെല്ലാം. അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത്, രാജസ്ഥാനിലെ അജ്മീരിൽ പ്രശസ്തമാർന്ന പള്ളിയിൽ ജോലിയെടുത്ത് അധ്യാപകനായിട്ട് ജോലി നോക്കുന്ന ഒരു ഉസ്താദിനെ 3 മുഖംമൂടി ധരിച്ച യുവാക്കൾ ചേർന്ന് അടിച്ചു കൊലപ്പെടുത്തിയ വാർത്ത വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് കേട്ടത്. സത്യം പറഞ്ഞാൽ